കഴിഞ്ഞ വീഡിയോയിൽ ദോശമാവ് പൊന്തി വരാനുള്ള ടിപ്പൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ചു പേരൊക്കെ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ ചെയ്തിട്ട് നമ്മുടെ ദേ ദോശമാവ് നല്ലോണം പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇന്നെന്തായാലും ഇഡ്ഡലി ഉണ്ടാക്കാം, നാളെ ദോശ ഉണ്ടാക്കാന്നാണ് ഞാൻ വിചാരിക്കുന്നത്. തലേദിവസം തന്നെ ഞാൻ എളുപ്പത്തിനായിട്ട് സാമ്പാർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സാമ്പാർ ബ്രേക്ക്ഫാസ്റ്റിനും കൊടുക്കാം, അതുപോലെ ലഞ്ചിനും കൊടുത്തയക്കാലോ. കുറച്ചു ദിവസമായി കയ്പയ്ക്ക വാട്ടിയത് തന്നയക്കാനായിട്ട് പറയണു. അപ്പൊ ഇന്നെന്തായാലും അത് ഉണ്ടാക്കാന്ന് വിചാരിക്കണു. ഇതൊന്നും തീരെ കഴിക്കാത്ത ആൾക്കാരായിരുന്നു കേട്ടോ രണ്ടുപേരും. പക്ഷെ ഇപ്പൊ ഇതൊക്കെ കഴിച്ച് ശീലായി. അതങ്ങനെയാണ്, നമ്മൾ കുറച്ചേശ്ശെ പതുക്കെ അവരെ കൊടുത്ത് അവസാനം അത് ശീലായിക്കോളും. ഇവിടെയുള്ളവർക്കേ കഷ്ടപ്പെട്ട് നമ്മൾ കുറേ നേരം വെച്ചെടുക്കുന്ന കറികളൊക്കെ ഇല്ലേ, അതിനേക്കാൾ ഇഷ്ടമാണ് ഇതേപോലെ തട്ടിക്കൂട്ടി എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ചുണ്ടാക്കി കൊടുക്കുന്നത്. ചില ദിവസം നമ്മൾ കറികളൊക്കെ തികയാതെ വരുമ്പോൾ ഇതേപോലെ തട്ടിക്കൂട്ടിയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും. അന്നത്തെ ദിവസം ആ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആണെന്നാണ് ഇവർ പറയാറ്. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഏതെങ്കിലും ഒരു കറിയും കൂടെ ഇതേപോലെ തട്ടിക്കൂട്ടൊരു കറിയും കൂടി ഉണ്ടാക്കി കഴിഞ്ഞാൽ അവര് ഹാപ്പിയായി. ഞാനിവിടെ നാളികേര ചട്നി ഇങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കാറ്. കുറച്ച് ചുമന്നുള്ളി, അതോടൊപ്പം കടലപ്പരിപ്പും ചെറിയ കഷ്ണം ഫ്ലേവറിന് മാത്രം ഇഞ്ചി വെളുത്തുള്ളി കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയിട്ട് നാളികേരത്തിന്റെ ഒപ്പം ഇട്ടടിക്കും. അതിനുശേഷം അത് കടുക് കാച്ചാണ് ചെയ്യാറ്. അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. ഇതൊക്കെ കഴിച്ചതേ മക്കളിതേ സ്കൂളിൽ പോവാണ്. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. മറ്റു വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.